നമ്മളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലീഗൽ സ്ട്രക്ചർ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ലീഗൽ സ്ട്രക്ചർ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് അത്. ഓക്കെ, അപ്പം ഒരുപാട് ലീഗൽ ഫോർമാറ്റ് നമുക്ക് അവൈലബിൾ ആണ്, LLP, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അപ്പം മെയിനായിട്ടൊരു 8 പോയിൻ്റാണ് നമ്മളതിൽ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആയിട്ടുള്ളത്. ഒന്നാമത് നമുക്ക് ലാബിലിറ്റി പ്രൊട്ടക്ഷൻ എത്ര വേണമെന്നുള്ളത്, അതായത് നമ്മുടെ കമ്പനിയുടെ ലാബിലിറ്റി അൺലിമിറ്റഡ് രീതിയിലേക്ക് പോകുമോ അല്ല ലിമിറ്റഡ് ലാബിലിറ്റിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം ലിമിറ്റഡ് LLP അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസൊക്കെ എന്താണ് അവരുടെ ഓണേഴ്സിൻ്റെ ലാബിലിറ്റിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഫോർമാറ്റിലാണ് ഉണ്ടാവുക. അതേ സമയത്ത് പിന്നെ രണ്ടാമതൊരു പോയിന്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടാക്സ് ഇംപ്ലിക്കേഷനാണ്. അപ്പം ഓരോ ലീഗൽ ഫോർമാറ്റിനും ഓരോ ടാക്സ് റേറ്റ് ആണുള്ളത്. പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ പേഴ്സണൽ സ്ലാബിലാണ് ടാക്സ് റേറ്റ് കാര്യങ്ങൾ പോവുക. ഇനി അതേ സമയത്ത് പാർട്ണർഷിപ്പ് LLPക്കൊക്കെ 30%, കമ്പനീസിന് 25%. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ബേർഡൻ ഓഫ് ടാക്സ്, ഡബിൾ ടാക്സേഷൻ വരുന്ന ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ കമ്പനീസിൻ്റെ കേസിൽ കമ്പനിയും ടാക്സ് കൊടുക്കണം, അതേപോലെ തന്നെ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സും ടാക്സ് കൊടുക്കണം. ഒന്ന് ടാക്സേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നത് കൺട്രോളും മാനേജ്മെൻറ്റും. ഓക്കെ, ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എൻറ്റിറ്റിൻ്റെ കൺട്രോളും മാനേജ്മെൻറ്റും ഏതൊക്കെ രീതിയിൽ ഡൈല്യൂട്ട് ചെയ്യണം. അപ്പോൾ കമ്പനിയുടെ കേസാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഡിസിഷൻസ് എടുക്കുക. പിന്നെ LLPയുടെ കേസിലാണെങ്കിൽ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സാണ് ഡിസിഷൻ എടുക്കുക. അപ്പം ഏത് രീതിയിലാണ് നമുക്ക് കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് സ്ട്രക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, അതും ഈ പറയുന്നത് പോലെ ഒരു മെയിനായിട്ട് വരുന്ന ഡിസിഷനാണ്. പിന്നെ നമുക്ക് ക്യാപിറ്റൽ നീഡ്സ്, നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റൽ നീഡ്സ് നമ്മൾ എങ്ങനെയാണ് ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓൺ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടാണോ അതല്ല ഇൻവെസ്റ്റേഴ്സിന് പാർക്ക് ചെയ്യാണോ. അപ്പം ഇതൊക്കെ ഈ പറയുന്ന ലീഗൽ സ്ട്രക്ചറിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. പിന്നെ നമുക്ക് കംപ്ലയൻസും അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളും ഉണ്ടാവും. ഒരു ലീഗൽ എൻറ്റിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബേസ്ഡ് ആയിരിക്കും അതിൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള അതിന് കമ്പനീനെ കംപ്ലയൻസ് രീതിയിൽ പ്രോസസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ. അത് ഈ പറയുന്ന LLP അല്ലെങ്കിൽ ലിമിറ്റഡ് കമ്പനീസ് ആണെങ്കിൽ കംപ്ലയൻസ് കൂടുതലാണ്, എക്സ്പെൻസീവ് ആണ്. ഇതൊരു പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ ആ രീതിയിലുള്ള എക്സ്പെൻസോ കാര്യങ്ങളൊന്നും വരില്ല. അപ്പം ഇതും നമ്മുടെ കമ്പനി അത്ര ആ ഒരു ഗ്രോത്തിലുള്ളതാണോ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിൽ നമ്മൾ വേണോ എന്നുള്ളത് നമ്മൾ ഈ സമയത്ത് തീരുമാനിക്കേണ്ടതുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ഫ്യൂച്ചർ നീഡ്സ്. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ എത്ര ഗ്രോത്ത് ഉണ്ട് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്, അതും നമ്മൾ എന്ത് ചെയ്യണം ഈ സമയത്ത് കൺസിഡർ ചെയ്യുന്നത്. ഒരിക്കലും ഒരു പ്രൊപ്പറേറ്റർഷിപ്പിന് നമുക്ക് ഒരുപാട് തരത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇപ്പോൾ പാർട്ണർഷിപ്പ് ഫേമായാലൊന്നും ഇല്ല, നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിയിട്ടോ ഇല്ലെങ്കിൽ ഒരുപാട് ബിസിനസ് ഇൻക്രീസ് ചെയ്തിട്ട് അതിനെപ്പോഴും ഒരു ലിമിറ്റേഷൻസ് എപ്പോഴും വരാറുണ്ട്. ഓക്കെ, പിന്നെയുള്ളത് നമ്മുടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പ്രോഫിറ്റ് കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് നേരത്തെ പറഞ്ഞ പോലെ ടാക്സേഷൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് അവിടെ. പിന്നെ നമുക്കിപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് പാർട്ണർഷിപ്പ് ഫേമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കണക്കായിട്ട് ഷെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതേസമയത്ത് കമ്പനിയൊക്കെ ആണെങ്കിൽ അവർ ഈ പറയുന്ന ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് കണക്കായിട്ടായിരിക്കും. എൻ്റെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നില്ല, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. അവിടെ അഗെയിൻ ടാക്സേഷൻ്റെ ഒരു പ്രശ്നവും വരാറുണ്ട്. പിന്നുള്ളത് നമ്മുടെ കണ്ടിന്യൂറ്റിയും സക്സഷൻ. ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്തു പോകണം. ഒരാൾക്കാരായിരിക്കും ബിസിനസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക, അവരുടെ ശേഷം അവരുടെ മക്കളിലേക്കാണോ അല്ലെങ്കിൽ ലീഗൽ ഹെയർസിലേക്കാണോ ബിസിനസ് പോകേണ്ടത്, ഇനി അല്ല നെക്സ്റ്റ് ജനറേഷൻ ഈ ബിസിനസ് ആര് ലീഡ് ചെയ്യുന്നൊക്കെ തീരുമാനിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ കമ്പനി ആണെങ്കിൽ അവിടെ ഫാമിലി അല്ല ബിസിനസ് പിന്നെ മാനേജ് ചെയ്യാം. ആ ഷെയർ ഹോൾഡേഴ്സ് സെലക്ട് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും എപ്പോഴും കമ്പനിനെ നെക്സ്റ്റ് ലെവലിൽ മാനേജ് ചെയ്തോളൂ. സമയത്ത് പാർട്ണർഷിപ്പ് ബിസിനസ്സോ പ്രൊപ്പറേറ്റർഷിപ്പോ ആണെങ്കിൽ അവരുടെ ലീഗൽ ഹെയർസ് ആയിരിക്കും ഡയറക്റ്റ്ലി ആ ബിസിനസ്സിലേക്ക് വരിക. കമ്പനീസിന്റെ സ്ട്രക്ചറിലേക്ക് ഒരിക്കലും ഇല്ല അവരുടെ ലീഗൽ ഹെയർസ്. ഇപ്പം ഒരാൾ ബിസിനസ് സെറ്റ് ചെയ്തു, അയാളുടെ ശേഷം വേറെ ആരെങ്കിലും ആയിരിക്കും ആ ഡയറക്ടർ ബോർഡിലേക്ക് വരിക. അപ്പം ഇത്രയും ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇങ്ങനത്തെ 8 പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ലീഗൽ സ്ട്രക്ചർ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ.